നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവിലെ വികസനം വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി ഇടതുമുന്നണി. 30 വർഷം ഭരിച്ചിട്ടും വികസനം പേപ്പറിലൊതുങ്ങിയെന്ന് കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ജോളി മടുക്കക്കുഴി ജനവിധി തേടും. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഡിസംബർ 1 മുതൽ സന്ദർശന സമയം മാറും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ രോഗികളെ കാണാം. 6 മണി മുതൽ 8 വരെ പാസോടുകൂടി പ്രവേശനം. കറുകച്ചാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 21 വരെ വാഴൂർ SVR NSS സ്കൂളിൽ. ചൊവ്വാഴ്ച വിളംബര റാലി. വാർത്തകൾ വിശദമായി. സമസ്ത മേഖലയിലെയും വികസനം വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ചിറക്കടവ് പഞ്ചായത്തിൽ ഇടതുമുന്നണി. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി പഞ്ചായത്തിൽ ഭരണം കൈയാളുന്ന ഇടതുപക്ഷം യാതൊരു വികസനവും നടത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് പറയുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ 5 വർഷക്കാലവും അതിനു മുൻപിലുമായി നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ. എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായി അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് പഞ്ചായത്ത് കളമൊരുക്കിയതായി പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ സൗകര്യവും ഒരുക്കി. കൂടാതെ പാലിയേറ്റീവ് വിഭാഗം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ചേപ്പുംപാറയിൽ ശാന്തിതീര ശ്മശാനം, ജില്ലയിലെ ഏറ്റവും വലിയ MCF, കളിക്കളം എന്നിവയെല്ലാം നിർമ്മിച്ചു. കൂടാതെ 5 കോടിയോളം രൂപ ചെലവുള്ള അഗ്രികൾച്ചർ ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജേന്ദ്ര മൈതാനത്തെ ചലിക്കുന്ന സ്റ്റേജ്, ബസ് സ്റ്റാൻഡിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങി നിരവധി നേട്ടങ്ങൾ അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അക്കമിട്ട് നിരത്തി. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നിറഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് പടിയിറങ്ങുന്നത്. പൊൻകുന്നത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ നിർമ്മാണം ആരംഭിച്ച് 1ാം ഘട്ടം ഉദ്ഘാടനം പൂർത്തീകരിച്ച അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സ് ഏതാണ്ട് 4,75,00,000 രൂപ ചെലവഴിച്ച് അതിൻ്റെ പൂർത്തീകരണം നടത്തി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. പൊൻകുന്നം രാജേന്ദ്ര മൈതാനത്ത് വിവിധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ യോഗം ചേരാൻ വേണ്ടി ചരിത്ര പ്രാധാന്യമുള്ള രാജേന്ദ്ര മൈതാനത്തെ കിണറിനെ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ചലിക്കുന്ന സ്റ്റേജ് മറ്റൊരു നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് മനോഹരമായ രീതിയിൽ അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല, പൊൻകുന്നം ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന കംഫോർട്ട് സ്റ്റേഷനെ വഴിയോര വിശ്രമ കേന്ദ്രമായി ഉയർത്തുന്നതിനും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി ഇടതുമുന്നണി ഭരണം നടത്തിയിട്ടും യാതൊരു വികസനവും ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് പറഞ്ഞു. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. വഴിവിളക്കുകളില്ലാത്തത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാക്കുന്നു. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സ് 3 ഉദ്ഘാടനങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും ഒരു മുറി പോലും വാടകയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും സേവ്യർ മൂലകുന്ന് കുറ്റപ്പെടുത്തി. ചിപ്രോ യൂണിറ്റ് നിലച്ചതും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതും കുറവുകളായി സേവ്യർ മൂലകുന്ന് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 30 വർഷമായി ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണം LDF ഭരണസമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 30 വർഷം ഒരു പ്രസ്ഥാനം മാത്രം ചിറക്കടവിൻ്റെ ഭരണം കൈയാളുമ്പം ചിറക്കടവ് പഞ്ചായത്തിലുണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചിറക്കടവ് പഞ്ചായത്തിൽ ചൂണ്ടിക്കാണിക്കുവാനില്ല എന്നുള്ളതാണ് സത്യം. പഞ്ചായത്തിൻ്റെ റോഡുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ മുഴുവൻ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി ജനങ്ങൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ റോഡുകളും കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നോക്കുമ്പോൾ വഴിവിളക്കുകൾ പകുതിയിലധികം പ്രകാശിക്കുന്നില്ല. രാത്രികാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അതുമൂലം ചിറക്കടവ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മറച്ചുവെക്കാൻ കഴിയുന്ന കാര്യമല്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഇടത് സ്ഥാനാർത്ഥിയായി ജോളി മടുക്കക്കുഴി മത്സരിക്കും. നിലവിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ജോയി മടുക്കക്കുഴി.
കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ജോളി മടുക്കക്കുഴി ജനവിധി തേടും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി കാഞ്ഞിരപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജോളി മടുക്കക്കുഴി കേരള വിദ്യാർത്ഥി കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം, ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കാഡ്കോ ഭരണസമിതി അംഗം, കാഞ്ഞിരപ്പള്ളി സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗം, ഗ്രീൻ ഷോർ കാഞ്ഞിരപ്പള്ളിയുടെ സ്ഥാപകൻ, നിരവധി കർഷക ഗ്രൂപ്പുകളുടെ രക്ഷാധികാരി തുടങ്ങിയ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ സജീവ പ്രവർത്തകനാണ്. കഴിഞ്ഞ 10 വർഷമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആണ്. കലാലയങ്ങളിൽ പഠനത്തോടൊപ്പം സംരംഭം എന്ന ആശയം കേരളത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ നടപ്പിലാക്കിയതും ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെയും സ്വാതന്ത്ര്യ സമര സേനാനിയും കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനവുമായ അക്കാമ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമകൾ കാഞ്ഞിരപ്പള്ളി ടൗണിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതും ജോളി മടുക്കക്കുഴിയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ രോഗി സന്ദർശന സമയം പുനഃക്രമീകരിച്ചു. ഡിസംബർ 1 മുതൽ ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെയും വൈകുന്നേരം 6 മുതൽ 8 വരെയും പാസോടുകൂടി സന്ദർശനം അനുവദിക്കും. കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കുന്നതിനുള്ള സമയത്തിൽ ഡിസംബർ 1 മുതൽ മാറ്റം വരുത്തി. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെയും വൈകുന്നേരം 6 മുതൽ 8 വരെയും പാസോടുകൂടി സന്ദർശനം അനുവദിക്കും. വൈകുന്നേരം 4 മുതൽ 6 വരെ പാസ് ഇല്ലാതെ സന്ദർശിക്കാം. രോഗികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് ഈ സമയത്ത് സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. രാവിലെ 8 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെയും രാത്രി 8 മുതൽ രാവിലെ 8 വരെയും സന്ദർശനത്തിന് കർശന നിരോധനമുണ്ട്. രോഗികൾക്ക് അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ സന്ദർശനം അനുവദിക്കില്ല. സ്ത്രീകൾക്കുള്ള 4-5 വാർഡുകളിൽ കൂട്ടിരിപ്പിന് പുരുഷന്മാരെ അനുവദിക്കില്ല. ഒരു രോഗിക്ക് കൂട്ടിരിപ്പിനായി ഒരാളെ മാത്രമേ അനുവദിക്കൂ. ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ പാർക്കിങ്ങിനും നിയന്ത്രണങ്ങളുണ്ട്. ടാക്സി, ഓട്ടോറിക്ഷ, വാടക വാഹനങ്ങൾ എന്നിവ രോഗികളെ ഇറക്കിയ ശേഷം ആശുപത്രിയുടെ വെളിയിൽ പാർക്ക് ചെയ്യണം. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം വാഹനം പാർക്ക് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ വാർഷികം ആഘോഷിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഏലിയാസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ, വികസിത വൈജ്ഞാനിക നവകേരളം, സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ സമ്മേളനം കോട്ടയത്ത് നടന്നു. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏലിയാസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. എല്ലാ യുദ്ധമര്യാദകളെയും കാറ്റിൽ പറത്തിയാണ് പാലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം നടത്തുന്നതെന്ന് ഏലിയാസ് മാത്യു പറഞ്ഞു. പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ള സാർവദേശീയ സമിതികളെല്ലാം പറഞ്ഞിട്ടുള്ള എല്ലാ യുദ്ധമര്യാദകളെയും ലംഘിച്ചുകൊണ്ട്, പൈശാചികത എന്ന വാക്കുകൊണ്ടൊന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയോടെ യഥാർത്ഥത്തിൽ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രസിഡന്റിനേക്കാൾ അധികം പ്രതി ചേർക്കപ്പെടേണ്ടത് അമേരിക്കൻ പ്രസിഡന്റാണ്. ആ രൂപത്തിൽ സാമ്രാജ്യത്തെ വളരെ കൃത്യമായി അജണ്ട വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് നിരപരാധികളെ കൊല ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് പാലസ്തീൻ സാക്ഷ്യം വഹിച്ചത്. ഉപജില്ലാ പ്രസിഡന്റ് മോൻസി പീറ്റർ അധ്യക്ഷനായി. KJ പ്രസാദ്, ബിറ്റ P ജേക്കബ്, P ബിന്ദു, സലിം KM, സില്ല K കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കറുകച്ചാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം മോഹനം 2K25 നവംബർ 19, 20, 21 തീയതികളിൽ വാഴൂർ SVR NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കറുകച്ചാൽ ഉപജില്ലയിലെ 70-ൽ പരം സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കുട്ടികൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കും. വാഴൂർ സ്കൂൾ കൂടാതെ കോളേജിലും വിവിധ സ്റ്റേജുകളിലും കലാമത്സരങ്ങൾ നടക്കും. തേക്കാനം ഗവൺമെന്റ് LP സ്കൂളിൽ സംസ്കൃതോത്സവം, അറബി കലോത്സവം എന്നിവ നടക്കും. 19-ന് രാവിലെ 9 മണിക്ക് പൊൻകുന്നം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും പാമ്പാടി KG കോളേജ് മലയാള വിഭാഗം അധ്യാപകനുമായ അനൂപ് KR മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴൂർ SVR NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കറുകച്ചാൽ സബ് ജില്ലാ കലോത്സവം നവംബർ 19, 20, 21 തീയതികളിലായി നടക്കുന്നു. പ്രധാന വേദി എന്ന് പറയുന്നത് SVR NSS ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ്. കൂടാതെ മറ്റ് 2 ഓഡിറ്റോറിയങ്ങൾ SVR NSS കോളേജിൻ്റെ ഓഡിറ്റോറിയങ്ങളാണ്. അറബി സംസ്കൃതം കലോത്സവങ്ങൾ ഗവൺമെൻറ് LP സ്കൂൾ വാഴൂരിൽ വെച്ച് നടക്കുന്നു. ആകെ 16 വേദികളിലായി 4000-ൽ പരം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നവംബർ
19-ാം തീയതി രാവിലെ 9 മണിക്ക് കലോത്സവ ഉദ്ഘാടനം നടത്തുന്നത് അഡ്വക്കേറ്റ് MS മോഹൻ സാറാണ്. പൊൻകുന്നം താലൂക്ക് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നായർ സഭാംഗവുമായ അദ്ദേഹം ആണ് നമ്മളുടെ ഉദ്ഘാടനം, കലോത്സവ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കോട്ടയം YMCA ബാലരമയുമായി ചേർന്ന് ചാച്ചാജി മത്സരം നടത്തി. നടപ്പിലും ഭാവത്തിലും വസ്ത്രധാരണത്തിലുമെല്ലാം ചാച്ചാജിയെ അനുകരിച്ച് 30ഓളം കുട്ടികളാണ് മത്സരം കണ്ടവരെ അത്ഭുതപ്പെടുത്തിയത്. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ച് കോട്ടയം YMCA സംഘടിപ്പിക്കുന്ന 30ാമത് മത്സരം കോട്ടയം YMCAയിൽ നടന്നു. 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. നടപ്പിലും ഭാവത്തിലും വസ്ത്രധാരണത്തിലും എല്ലാം ചാച്ചാജിയെ കുട്ടികൾ അനുകരിച്ചു. വേദിയെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത കുരുന്നുകൾ മാതാപിതാക്കളുടെ സഹായം തേടി. സദസ്സിനെ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്ത കുരുന്നുകൾ കാണികളായി എത്തിയവരെ അത്ഭുതപ്പെടുത്തി. മത്സരാർത്ഥികൾ തന്നെ ഇടവേളയിൽ പാട്ടും പ്രസംഗവും എല്ലാം നടത്തി. ഡ്രീം സെറ്റേഴ്സ് ഡയറക്ടർ AP തോമസ്, ലീല ഗോപി കൃഷ്ണൻ, YWCA സെക്രട്ടറി ബിൻസി തുടങ്ങിയവർ വിധികർത്താക്കളായി. നിരവധി മാതാപിതാക്കളും അധ്യാപകരും മത്സരം വീക്ഷിക്കാനെത്തി. മത്സര വിജയികൾക്ക് YMCA ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജേക്കബ്, ഷൈജു വർഗീസ്, ജോൺ ചെറിയാൻ, എബ്രഹാം കുര്യൻ പാലാമ്പടം, ഡിക്കൻ മാത്യു ജോൺ, ദീപു ഫിലിപ്പ് തുടങ്ങിയവർ സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 32 വർഷമായി ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകനും വിവിധ നിലകളിലും പ്രവർത്തിച്ചുവന്ന INL നേതാവ് ഹാഷിം ചേരിക്കൽ മുസ്ലിം ലീഗിൽ ചേർന്നു. LDFിൽ നിന്നുണ്ടായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മുന്നണി വിട്ടതെന്ന് ഹാഷിം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 32 വർഷമായി ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരണ സമയം മുതൽ സജീവമായി ഒരു പ്രവർത്തകനായിട്ടും മണ്ഡലം ജില്ലാ ഭാരവാഹിയായിട്ടും സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായിട്ടും ഈ ദിവസം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ LDFിൻ്റെ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഒരു ഘടകകക്ഷിയായിട്ട് പോലും യാതൊരു പരിഗണനയും നൽകാതെ LDF പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വളരെ നിരാശയുണ്ട്. അതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇന്ത്യൻ നാഷണൽ ലീഗിൽ നിന്നും എൻ്റെ മാതൃസംഘടനയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇനി പ്രവർത്തിക്കാൻ, ശിഷ്ടജീവിതം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഠനത്തോടൊപ്പം കൃഷിയിലും മികവ് തെളിയിച്ച് പാലാ സെന്റ് തോമസ് HSSലെ കുട്ടികൾ പൂർണ്ണമായും ജൈവരീതിയിൽ നടത്തുന്ന കൃഷി 100 മേനി വിളയിച്ചിരിക്കുകയാണ്. കാർഷിക പാരമ്പര്യത്തെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷി ശ്രദ്ധയാകർഷിക്കുന്നു. പാവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി, പയർ, പപ്പായ, ചീര, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ, ചേന, പണമലം, ബന്ദിപ്പൂ മുതലായവയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. രാവിലെയും വൈകുന്നേരവും അവധി ദിനങ്ങളിലും പഠനസമയം നഷ്ടപ്പെടുത്താതെയാണ് കുട്ടികൾ പച്ചക്കറികൾക്ക് വെള്ളമൊഴിക്കുന്നതും അവയെ പരിപാലിക്കുന്നതും. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഉപയോഗിക്കുന്ന വളവും ജൈവം തന്നെ. കുട്ടികൾക്ക് കരുത്തായി സ്കൂളിലെ അധ്യാപകരും ഒപ്പമുണ്ട്. സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനും റോവർ ലീഡറുമായ നോബി ഡൊമിനിക്കാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. പച്ചക്കറി കൃഷി കൂടാതെ പൂവകൃഷിയും മത്സ്യകൃഷിയും സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. മത്സ്യകൃഷി പരിപാലനവും തീറ്റ നൽകലും എല്ലാം കുട്ടികൾ തന്നെ. അടുത്തിടെ നടന്ന പാലാ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ പൂവിന് പകരം കുട്ടികൾ ജൈവകൃഷിയിലൂടെ വിളയിച്ച പച്ചക്കറികൾ നൽകിയത് എല്ലാവരുടെയും പ്രശംസയ്ക്ക് ഇടയാക്കിയിരുന്നു. കൃഷിയോടും അടുക്കളത്തോട്ടം എന്ന ആശയത്തോടും അവരെ ആഭിമുഖ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പ്രിൻസിപ്പൽ റജിമാൻ K. മാത്യു പറഞ്ഞു. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ കുറിച്ച് ഇന്ന് കൂടുതലും മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒക്കെ വ്യാകുലചിത്തരായിരിക്കുന്നത് അവർ കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ ആണ്. അതുപോലെ കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നു എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ടെന്ന്. സത്യത്തിൽ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പുറകെ നടക്കുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ശ്രദ്ധ തിരിച്ചുവിടുകയും അവരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുകയുമാണെങ്കിൽ പ്രയോജനപ്രദമായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുകയും മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റികളിൽ നിന്ന് അവർ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാ സ്കൂളുകളിലേക്കും ഉണ്ടാവേണ്ടതും വ്യാപിപ്പിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആദിമ ഗോത്രവർഗ പിതാവായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മദിന സമ്മേളനം അവകാശ സംരക്ഷണ സമ്മേളനവും കോട്ടയത്ത് നടന്നു. ആദി ജനസഭ രക്ഷാധികാരി ഡോക്ടർ VK രാധാമണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CJ തങ്കച്ചൻ അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവിലെ വികസനം വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങി ഇടതുമുന്നണി. 30 വർഷം ഭരിച്ചിട്ടും വികസനം പേപ്പറിലൊതുങ്ങിയെന്ന് കോൺഗ്രസ്.
ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ജോളി മടുക്കക്കുഴി ജനവിധി തേടും. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഡിസംബർ 1 മുതൽ സന്ദർശന സമയം മാറും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ രോഗികളെ കാണാം. 6 മണി മുതൽ 8 വരെ പാസോടുകൂടി പ്രവേശനം. കറുകച്ചാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 21 വരെ വാഴൂർ SBR NSS സ്കൂളിൽ. ചൊവ്വാഴ്ച വിളംബര റാലി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.